ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 10 5-ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദൈതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മദേവന്റെ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ജനിച്ച മൃഡൻ ജനിച്ചപ്പോൾ തന്നെ തനിക്ക് ഒരു പേരും സ്ഥാനവും കൽപ്പിച്ചു തരൂ എന്ന് ബ്രഹ്മാവിനോട് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നും അതിനാൽ മൃഡൻ രുദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുമാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഏകാദശാഹ്വയതയാച വിഭിന്നരൂപം രുദ്രം വിധായ ദൈത വനിതാശ്ച ദത്വാ. ഏകാദശം എന്നാൽ 11, അഹ്വയതയ എന്നാൽ പേര് വിളിച്ചു. ഏകാദശാഹ്വയതയ 11 പേരുകൾ വിളിച്ചു ഈ രുദ്രനെ. അതായത് ആ ബ്രഹ്മാവ് ഇപ്രകാരം അലറി വിളിച്ചുകൊണ്ട് തനിക്കൊരു പേരും സ്ഥാനവും നൽകൂ എന്ന് പറയുന്ന ആ രുദ്രന് ഭഗവാന്റെ പ്രേരണയനുസരിച്ച് ഒന്നിനു പകരം 11 പേരുകളെയും വിളിച്ചു. വിഭിന്ന രൂപം, അതുകൊണ്ട് തന്നെ 11 വ്യത്യസ്തങ്ങളായ രൂപങ്ങളെയും രുദ്രം ആ രുദ്രന് വിധായ കൽപ്പിച്ചു നൽകി. ഇപ്രകാരം 11 പേരുകളെയും വ്യത്യസ്തങ്ങളായ 11 രൂപങ്ങളെയും ഭഗവാന്റെ പ്രേരണയാൽ ആ ബ്രഹ്മാവ് രുദ്രന് കൽപ്പിച്ചു നൽകി. ദൈത വനിതാശ്ച ദത്വ. ദൈത ഇഷ്ടപ്പെട്ടവരായ, വനിതാശ്ച വനിതാഹച വനിതകളെയും സ്ത്രീകളെ നൽകി. ഇഷ്ടപ്പെട്ടവരായ 11 വനിതകളെ ഭാര്യമാരായും ദത്വ നൽകി. ഇപ്രകാരം ഭഗവാന്റെ പ്രേരണയനുസരിച്ച് ആ രുദ്രന് ഒന്നിനു പകരം 11 പേരുകളെയും 11 വ്യത്യസ്ത രൂപങ്ങളെയും ഇഷ്ടപ്പെട്ടവരായ 11 വനിതകളെ ഭാര്യമാരായും കൽപ്പിച്ചു നൽകി ആ ബ്രഹ്മാവ്. ഇപ്രകാരം ബ്രഹ്മാവ് രുദ്രന് നൽകിയ 11 നാമങ്ങൾ ഭാഗവതത്തിൽ പറയുന്നത് മനു, മന്യു, മഹിനസൻ, മഹാൻ, ഋതുധ്വജൻ, ശിവൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവൃതൻ എന്നിവയാണ്. ഇനി 11 വനിതകളെ ഭാര്യമാരായി നൽകിയവരുടെ പേരുകൾ ധീ, വൃത്തി, അശന, ഉമ, നിയുത്സ്, സർപ്പിസ്, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ എന്നിപ്രകാരമാകുന്നു. ഇനി അടുത്ത 2 വരികൾ നോക്കാം. താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. താവന്ത്യദത്ത, താവന്തി അത്രയും തന്നെ, അതായത് 11 തന്നെ, അദത്ത കൊടുത്തു, ച പദാനി, പദാനി ച പദവികളെയും കൊടുത്തു. ഇപ്രകാരം 11 പേരുകളെയും 11 രൂപങ്ങളെയും 11 ഭാര്യമാരെയും നൽകിയതുപോലെ തന്നെ 11 വാസസ്ഥലങ്ങളും സ്ഥാനങ്ങളും ഈ രുദ്രന് ഭവത് പ്രണുന്ന, ഭവത് അങ്ങയുടെ, ഭഗവാന്റെ പ്രണുന്ന പ്രേരണയാൽ അല്ലെങ്കിൽ നിർദ്ദേശത്താൽ രുദ്രന് ആ ബ്രഹ്മാവ് നൽകി. 11 വാസസ്ഥലങ്ങളെയും നൽകി. ആ വാസസ്ഥലങ്ങൾ ഭാഗവതത്തിൽ പറയുന്നത് ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, തപസ്, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവിടെയൊക്കെയാണ് രുദ്രന് വാസസ്ഥലങ്ങളായിട്ട് നൽകിയിട്ടുള്ളത് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. പ്രാഹ പ്രജാവിരചനായ ച സാദരം തം.
ഇപ്രകാരം എല്ലാം നൽകിയ ശേഷം പ്രാഹ പറഞ്ഞു അവനോട്, പ്രജാവിരചനായ പ്രജകളെ വിരചനായ സൃഷ്ടിക്കുവാനായിട്ട്. ഇപ്രകാരം രുദ്രൻ ആവശ്യപ്പെട്ടത് പ്രകാരം പേരുകളും വാസസ്ഥാനങ്ങളും ഭാര്യമാരെയും രൂപങ്ങളുമെല്ലാം നൽകിയ ശേഷം ആ ബ്രഹ്മാവ് രുദ്രനോട് പ്രജാവിരചനായ പ്രജാസൃഷ്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. സാദരം തം എന്നാൽ അവനോട്, ആ രുദ്രനോട് സാദരം ആവശ്യപ്പെട്ടു. വിനീതനായ അവനോട് ബ്രഹ്മാവ് പ്രജാസൃഷ്ടിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അനന്തരം ആ ബ്രഹ്മാവ് ഒന്നിനു പകരം 11 പേരുകളെയും ഭഗവാന്റെ പ്രേരണയനുസരിച്ച് ആ രുദ്രന് കൽപ്പിച്ചു നൽകി. 11 പേരുകളെയും അതുകൊണ്ട് തന്നെ 11 വ്യത്യസ്ത രൂപങ്ങളെയും ഇഷ്ടപ്പെട്ടവരായ 11 വനിതകളെ ഭാര്യമാരായും അത്രയും തന്നെ വാസസ്ഥാനങ്ങളെയും ആ രുദ്രന് ബ്രഹ്മാവ് കൽപ്പിച്ചു നൽകി. അതിനുശേഷം വീണ്ടും പ്രജകളെ സൃഷ്ടിക്കുവാനായിട്ട് ആ രുദ്രനോട് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദൈതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദൈതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. 6ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.